ഹായ്, നമ്മളിന്ന് 2025 ഫെബ്രുവരിയിൽ നടന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എക്കണോമിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വർഷത്തേത്. അതായത് നമുക്ക് വളരെയധികം നമ്മൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കണ്ടു കാണും, അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടെ പറയുന്നത്, എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും കൂടെയാണ് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ നന്നായി മാർക്ക് ചെയ്ത് വെക്കുക ഏതൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ 8 ക്വസ്റ്റ്യൻസാണ് ഔട്ട് ഓഫ് 10 എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഒരെണ്ണം തെറ്റിയാൽ 10 എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് 8 കറക്റ്റായിട്ടുള്ളത് തന്നെ എഴുതുക. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് അല്ലേ. ഏതാണ് ഗ്രോസ് ഫിസ്ക്കൽ? കുറേ ഡെഫിസിറ്റുകൾ നമ്മൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പ്രൈമറി ഡെഫിസിറ്റാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തേത് ഷേപ്പ് ഓഫ് AFC കർവ്. AFC കർവിൻ്റെ ഷേപ്പ് ഏതാണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ആസ് ഇൻപുട്സ്. പ്രൊഡ്യൂസേഴ്സ് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്ന കമോഡിറ്റീസിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻ്റർമീഡിയേറ്റ് ഗുഡ്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മാത്രമേ പറയുന്നുള്ളൂ, ഇതിൻ്റെ മലയാളം പാർട്ട് നിങ്ങൾ അതുപോലെ നോക്കേണ്ടതാണ്. ഇൻ്റർമീഡിയേറ്റ് ഗുഡാണ് ഉപയോഗിക്കുന്നത്. ഇനി വെൻ ഇൻകം ഇൻക്രീസസ് ദ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് ടുവേർഡ്സ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണ് മാറുന്നത്? റൈറ്റ് വേർഡ് ആണല്ലേ. ഇൻക്രീസിങ് ഇൻകം കാണിക്കുന്നത് ബഡ്ജറ്റ് ലൈൻ ഇതാണെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റാണ് കാണിക്കുക. ഇങ്ങനെ ബഡ്ജറ്റ് ലൈൻ പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The point on which a firm earns only normal profit in the short run. ഷോർട്ട് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യുന്ന പോയിൻ്റ് ഏതാണ് എന്നുള്ളതാണ്. ബ്രേക്ക് ഈവൺ പോയിൻ്റ് ആണല്ലേ. ബ്രേക്ക് ഈവൺ പോയിൻ്റ് ഏതാണ്? TC = TR ഇത് കിട്ടുന്നത്. നോർമൽ പ്രോഫിറ്റ് മാത്രം കിട്ടുന്നത്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് കണ്ടീഷൻ എന്നതിനെ വിളിക്കുമെന്നുള്ളത് പറഞ്ഞതാണ്. ഇനി വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റി. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള സാധനങ്ങളുടെ കഴിവിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം, യൂട്ടിലിറ്റി ആണല്ലേ. നെക്സ്റ്റ്, കറൻസി ഹെൽഡ് ബൈ പബ്ലിക് പ്ലസ് ഡെപ്പോസിറ്റ്. അതായത് വരുന്ന എന്താണ്? CU + DD എന്നാണ്. CU + DD എന്ന് പറയുന്നത് എന്താണ്? M1 ആണല്ലേ. ഓക്കെ. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. ദ ഇയർ ഇൻ വിച്ച് JM കെയ്നിസ് പബ്ലിഷ്ഡ് ഹിസ് ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഏതാണ് വർഷം? 1936 ആണല്ലേ. അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി പ്രസിദ്ധീകരിച്ച വർഷം. അങ്ങനെയാണ് മാക്രോ ഇക്കണോമിക്സ്, എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് 1936 ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? കൺസംഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വെൻ ഇൻകം ഈസ് സീറോ. സീറോ ഇൻകത്തിൽ നമ്മൾ നടത്തുന്ന കൺസംഷനെ വിളിക്കുന്ന പേരെന്താണ്? ഓട്ടോണമസ് കൺസംഷൻ എന്നാണല്ലേ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫ്ലോ വേരിയബിൾ. താഴെ പറയുന്നതിൽ ഏതാണ് ഫ്ലോ വേരിയബിൾ എന്നാണ്. ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പോയിൻ്റ് ഓഫ് ടൈമിലുള്ളത് സ്റ്റോക്ക് ആണല്ലേ. അപ്പോൾ സ്പെസിഫിക് പീരിയഡ് കാണിക്കുന്ന എന്താണ്? ഡിമാൻഡ് ഫോർ മണിയാണ്. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഗീവ് എനി 2 എക്സാമ്പിൾസ് ഫോർ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്താണ്? അതായത് നമ്മൾ കോസ്റ്റ് ഒന്നും വരാതെ നമുക്ക് അതിൻ്റെ എഫക്റ്റുകൾ കിട്ടുന്നതാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചറാണ് നമുക്ക് വരുന്നത് അല്ലേ. നമുക്ക് ലാഭമല്ല, നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ 2 എക്സാമ്പിളുകളാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്ന് പാസീവ് വേണമെങ്കിൽ ഇഷ്ടം പോലെ എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഏറ്റവും എളുപ്പമുള്ള പാസീവ് സ്മോക്കിംഗ് അല്ലേ. ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന അതിൻ്റെ സിഗരറ്റ്സ് അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ വാങ്ങി നമുക്ക് ഉപയോഗിക്കുന്നൊന്നും ഇല്ലെങ്കിലും നമുക്കതിൻ്റെ അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാവും അല്ലേ. അതേപോലെ ഈ വലിയ വലിയ കമ്പനികളൊക്കെ
ഒഴുക്കി വിടുന്ന മാലിന്യം ഉള്ള വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പല രോഗങ്ങളും വരുന്നു. അതുപോലെ എന്താണ് ഫിഷസ്, അതുപോലെ മറ്റ് ജലജീവികളൊക്കെ മരിച്ചു പോകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അതിൽ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു എക്സാമ്പിൾ എന്താണ്, പൊള്യൂഷൻ ഓഫ് കെമിക്കൽ ഫാക്ടറി അല്ലേ. പൊള്യൂഷൻ ഓഫ് കെമിക്കൽ ഫാക്ടറി. അത് വായുമലിനീകരണമാണെങ്കിലും വെള്ളത്തിലേക്ക് വിട്ടാലും എല്ലാം എന്താണ് അതിൻ്റെ എക്സ്റ്റേണാലിറ്റി ആയിട്ടാണ്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെയിം 4 സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി ആണല്ലേ. 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ 4 സെക്ടേഴ്സ് ചോദിച്ചിരിക്കുന്നത് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. ഹൗസ് ഹോൾഡ് സെക്ടർ, ബിസിനസ് സെക്ടർ, പിന്നെ ഗവൺമെൻറ് സെക്ടർ, ദെൻ എക്സ്റ്റേണൽ സെക്ടർ അല്ലേ. അപ്പോൾ 4 സെക്ടറുകളാണ്. ഓപ്പൺ ഇക്കോണമി മാക്രോ മോഡൽ എന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ മാക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്സ് റൈറ്റ്വേർഡ് ആൻഡ് സപ്ലൈ കർവ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്? അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, അതായത് ഡിമാൻഡ് കർവിന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത് അല്ലേ. ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതേസമയം സപ്ലൈ കർവിന് മാറ്റമൊന്നും വരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് സപ്ലൈ കർവ് വരയ്ക്കാം. SS എന്ന് കൊടുക്കാം. ഒരു ഇനീഷ്യൽ ഡിമാൻഡ് കർവ് വരച്ചു. DD എന്ന് കൊടുക്കാം അല്ലേ. DD ഡിമാൻഡ് കർവ്. അപ്പോൾ ഡിമാൻഡ് കർവ് സപ്ലൈ കർവിന് മാറ്റമില്ലാതെ, അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഡിമാൻഡ് സപ്ലൈ ഇനീഷ്യലായിട്ടുള്ള ഈക്വിലിബ്രിയം E ആണല്ലേ. പ്രൈസ് P സ്റ്റാറും Q സ്റ്റാറും, ക്വാണ്ടിറ്റി Q സ്റ്റാർ, പ്രൈസ് P സ്റ്റാർ. അപ്പോൾ എന്താണ്, ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നു, അതേസമയം സപ്ലൈക്ക് എന്താണ് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ഡിമാൻഡ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. പുതിയ ഇക്വിലിബ്രിയം ഇയിൽ നിന്നും E1ലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. Q1 സ്റ്റാർ ആവുന്നു. പ്രൈസിന് എന്ത് ചെയ്യുന്നു, പ്രൈസും ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. പ്രൈസ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ എന്താണ് അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓൾസോ ഇൻക്രീസ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, സപ്ലൈക്ക് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഡിവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ. എന്താണ് ഡിവാലുവേഷനും റീവാലുവേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് മണിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഫോറിൻ മണി ഡിക്രീസ് ചെയ്യുന്നത്. അതായത് ദ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി in terms of foreign currency in ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അറിയാമെന്നാണ്, ഗവൺമെൻറ്റാണ് ഇടപെടുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഡീവാലുവേഷൻ എന്ന് വിളിക്കും. അപ്പോൾ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസി ഇൻ ദ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഡൊമസ്റ്റിക് കറൻസിയുടെ, ആഭ്യന്തര കറൻസിയുടെ വില വർദ്ധിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, റീവാലുവേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അവിടേക്ക് പോവാം. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി. മാർക്കറ്റ് ഇക്കോണമിയുടെ 2 ഫീച്ചറുകളാണ്. 2 ഫീച്ചറുകൾ എന്താണ്, മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റലിസം ആണല്ലേ. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്, ഇക്കോണമി where there prevails പ്രൈവറ്റ് അല്ലേ, പ്രൈവറ്റ് സ്വത്ത്, ഇൻഡിവിജ്വൽ ഒക്യുപ്പേഷനിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയാം അല്ലേ. പ്രൈവറ്റ്
ഓണർഷിപ്പാണ് ഒന്നാമത്തെ പ്രത്യേകത. WNER ഓണർഷിപ്പ് മാറ്റി എഴുതാം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് അഥവാ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താണ്? മാർക്കറ്റ് മെക്കാനിസം ആണ് അല്ലേ. എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് മെക്കാനിസം അഥവാ പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത്. മാർക്കറ്റ് അഥവാ പ്രൈസ് മെക്കാനിസം എന്ന് പറയും. പ്രൈസ് മെക്കാനിസം അതായത് എല്ലാ സാധനങ്ങളുടെയും വില തീരുമാനിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റ് ഫോഴ്സസ് ഇടപെട്ടിട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കതിൽ എന്താണ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക. ബാക്കി അതായത് നമുക്ക് ചോയ്സ് വിടാവുന്നതാണ്. നെക്സ്റ്റ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4 ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് മുന്നേ നമ്മൾ ഉള്ള എക്സാം ക്വസ്റ്റ്യനുകളിലൊക്കെ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ 4 പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ഒറിജിൻ. പിന്നെ അതിൻ്റെ സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. മൂന്നാമത്തേത് എന്താണ്? നെവർ ഇൻ്റർസെക്റ്റ് ആണല്ലേ. മൂന്നാമത്തേത് നെവർ ഇൻ്റർസെക്റ്റ്. 2 ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇൻ്റർസെക്റ്റ്. അപ്പോൾ 3 ഫീച്ചേഴ്സായി 3 മാർക്ക്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്തവർ പഠിക്കുക. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് ആണ്. എന്താണ്? അതായത് നമുക്ക് കോസ്റ്റിൽ നിന്നും അതിൻ്റെ ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇത് ഏത് കോസ്റ്റ് ആണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഡെൽറ്റ TC ബൈ ഡെൽറ്റ Q എന്ന് പറയുന്നത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആണല്ലേ. TFC ബൈ Q എന്താണ്? TFC ബൈ Q എന്ന് പറയുന്നത് AFC ആണല്ലേ, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇനി ABC പ്ലസ് AFC, ABCയും നമ്മൾ എന്താണ് TFCയും TVCയും ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് ആണ് കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ABCയും AFCയും ആഡ് ചെയ്യുമ്പോൾ ഏതാണ് കിട്ടുന്നതെന്ന് പഠിച്ചേ? AC ആണല്ലേ, ആവറേജ് കോസ്റ്റ്. അപ്പോൾ 3 എണ്ണം. പിന്നെ ഇനി എക്സ്പ്ലെയിൻ 3 ടൈപ്സ് ഓഫ് ബഡ്ജറ്റാണ്. 3 ടൈപ്പ് ബഡ്ജറ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. ബഡ്ജറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്, ബാലൻസ്ഡ് ബഡ്ജറ്റ് ആൻഡ് അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ ആ അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ബഡ്ജറ്റായി. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തെ ബഡ്ജറ്റ് ഏതാണ്? ബാലൻസ്ഡ് ബഡ്ജറ്റ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്ന ബഡ്ജറ്റ്. എ ബഡ്ജറ്റ് ഇൻ വിച്ച് റവന്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തേത് എന്താണ്? സർപ്ലസ് ബഡ്ജറ്റാണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സർപ്ലസ് ബഡ്ജറ്റാണ്. സർപ്ലസ് ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണ്? സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകത? റവന്യൂ ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അതായത് രണ്ടാമത്തേതും മൂന്നാമത്തേതും അൺബാലൻസ്ഡ് ബഡ്ജറ്റാണ് അല്ലേ. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ ലെസ് ദാൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ഇൻ റിലേഷൻ ടു സ്കേഴ്സ് റിസോഴ്സസ്. സ്കേഴ്സ് റിസോഴ്സ് വരുമ്പോൾ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സെൻട്രൽ പ്രോബ്ലം റിലേറ്റഡ് ടു സ്കേഴ്സ് റിസോഴ്സസ് ഈസ് ദ അലോക്കേഷൻ പ്രോബ്ലം ആണല്ലേ. അലോക്കേഷൻ പ്രോബ്ലം ആൻഡ് പ്രോബ്ലം ഓഫ് ചോയ്സ്. അപ്പോൾ എന്താണ് നമ്മളിതിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുക? അതായത് സിൻസ് ദ resources are very limited or scarce and the wants with which these resources to be satisfied are unlimited in nature, we have to allocate firstly, that is what type of commodities in what quantities to be produced, and it is the problem, allocation raises the problem of
ചോയ്സ്. അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചോയ്സ് നടത്തണം. എന്ത് ചോയ്സാണ്? ഏത് ടൈപ്പ് സാധനങ്ങൾ, ഏതെല്ലാം സാധനങ്ങൾ എന്തുമാത്രം അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ ചോയ്സാണ് സ്കേഴ്സ് റിസോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയേണ്ടത്. അലോക്കേഷൻ പ്രോബ്ലത്തിൽ തന്നെ ചോയ്സ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ബൈ 200 crores ആൻഡ് MPC ഈസ് 0.2, വാട്ട് വിൽ ബി ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പഠിച്ചത് y ഈസ് ഈക്വൽ ടു എന്താണ് പഠിച്ചിട്ടുള്ളത്? 1/1 - MPC ഇൻറ്റു എ ബാർ എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കിവിടെ എ ബാർ എന്ന് പറയുന്നത് എന്താണ്? എ ബാർ എന്ന് പറയുന്നത് സി ബാർ പ്ലസ് എന്താണ്? സി ബാർ പ്ലസ് ഐ ബാർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഐ ബാർ മാത്രമേ 200 തന്നിട്ടുള്ളൂ. സി ബാർ ഇവിടെ തന്നിട്ടില്ലാത്തതിനാൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലയർ എഫക്റ്റ് കാണാൻ വേണ്ടി എന്താണ്? കെ ഈസ് ഈക്വൽ ടു 1/1 - MPC എന്ന് അല്ലേ, 1 - C എന്നുള്ള ഫോർമുല ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 1/1 - 0.2 എന്ന് പറയുമ്പോൾ എന്താണ്? 1/0.8 എന്ന് കിട്ടും അല്ലേ. 1/0.8 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 1/0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 ആണ്. 1.25 ആണ് കിട്ടുക. അപ്പോൾ അതിൽ സി ബാറിൽ നമുക്ക് ഓട്ടോണമസ് കൺസംഷൻ്റെ പാർട്ടിൽ ഓട്ടോണമസ് കൺസംഷൻ എ ബാറിൽ തന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ MPC മാത്രം എടുത്തിട്ട് ഇതിൻ്റെ പ്രോബ്ലം ചെയ്തത് കേട്ടോ. അപ്പോൾ 1/0.8 എന്ന് പറയുന്നത് 1.25, അതായത് ഇൻക്രീസാണ് ഇൻകത്തിൽ ഉണ്ടാവുന്നത്. ഇനി ആൻസർ ഇനി 4 ക്വസ്റ്റ്യൻസ് ആണ്. 21 മുതൽ 25 വരെയുള്ളതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പം 4 പോയിന്റുകളെങ്കിലും എഴുതണം. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഗിവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. അതായത് ഓരോന്നിൻ്റെയും എക്സാമ്പിളും അതിൻ്റെ ഡെഫിനിഷനുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെൻ്ററി ഗുഡ്സും എന്താണ്? ദ ഗുഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ അനദർ ഗുഡ്സ് അല്ലേ. ഒരു സാധനത്തിന് പകരം ഉപയോഗിക്കാവുന്ന സാധനത്തെയാണ് എന്ത് വിളിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാം. ടീ ആൻഡ് കോഫിയാണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ടുഗെദർ ഫോർ സാറ്റിസ്ഫൈയിങ് എ വാണ്ട്. ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ഇപ്പോൾ കാറിൽ പെട്രോൾ ഒഴിച്ചാലേ നമ്മൾക്ക് കാർ ഓടുള്ളൂ അല്ലേ, അല്ലേ ഡീസൽ. ഇനി ഷൂവിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഷൂ ആൻഡ് ഷോക്സ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത്. ഇനി ഫൗണ്ടൻ പെൻ ആണെങ്കിൽ ഫൗണ്ടൻ പെൻ ആൻഡ് ഇങ്ക് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമ്മൾ വിളിക്കും കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ എഴുതാൻ മറന്നു പോകരുത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ഫ്രം ₹10 to 25 എന്ന് വെച്ചാൽ എന്താണ്? 10 to 25 എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് 10 ആണല്ലേ. ഇനി ഡെൽറ്റ പി എന്താണ്? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 25 - 10 എന്ന് പറയുന്നത് 15 ആണല്ലോ. ഇനി അടുത്തത് എന്താണ്? ദെർഫോർ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ദ ഫേം ഇൻക്രീസസ് ഫ്രം 15 to 20 യൂണിറ്റ്. അപ്പോൾ ക്യൂ എന്താണ്? QS എന്ന് പറയുന്നത് ആദ്യത്തെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 ആണല്ലേ. ഇനി ഡെൽറ്റ ക്യൂ എന്താണ്? ഡെൽറ്റ ക്യൂ 15 20 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ആണല്ലേ. പിന്നെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഫോർമുല എഴുതാം. ES ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണല്ലേ. അപ്പോൾ എന്താണ് വരിക? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 5 ബൈ ഡെൽറ്റ പി എന്ന് പറയുന്നത് 15 ഇൻറ്റു പി ബൈ ക്യൂ. പി എന്താണ്? 10 ആണ്, ക്യൂ 15. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ 5ഉം 15ഉം 3 വരും. ഇവിടെ 10ൽ 2 ആണ്, 15 എത്രയാണ്? 3 ആണ്. അപ്പോൾ 2/6 എന്നാണ് വരിക അല്ലേ. 2/6 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 2/6
6 എന്ന് പറയുന്ന 0.22 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണല്ലേ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇനി അതിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോഴൊക്കെ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറയും അല്ലേ, ഏത് ഇലാസ്റ്റിസിറ്റി ആണ് എന്ന് പറയാൻ പറയും. ഇവിടെ ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? ലെസ് ദാൻ 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ലെസ് ദാൻ 1 വന്നതുകൊണ്ട് ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്. ഗ്രേറ്റർ ആണ് വന്നതെങ്കിൽ മോർ ഇലാസ്റ്റിക് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്. നമ്മളോട് ചോദിച്ചിട്ടില്ല, പക്ഷേ ചില അവസരങ്ങളിലൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ നോക്കിയ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. സർക്കുലർ ഫ്ലോയുടെ ചെറിയൊരു വേരിയേഷനുള്ള ഒരു ഡയഗ്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആരോ മാർക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ ആരോ മാർക്ക് നോക്കിയാൽ ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്കാണ് പോകുന്നത് അല്ലേ. സാധാരണ നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എവിടെയാണ്? ഹൗസ് ഹോൾഡിൽ നിന്നും ഫേംസിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അത് ഏതാണ് എടുക്കേണ്ടത്? പുറത്തേക്കുള്ള ആരോ മാർക്കാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ആരോ മാർക്ക് നേരെ തിരിച്ചാണ്, അതുകൊണ്ട് നേരെ കയറി എഴുതരുത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഇവിടെ ഹൗസ് ഹോൾഡിൽ നിന്നും പോകുന്നതാണ് അല്ലേ. ഹൗസ് ഹോൾഡിൽ നിന്നും എന്ത് പോകുന്നു? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതേപോലെ റോ മെറ്റീരിയൽസ് ആൻഡ് റോ മെറ്റീരിയൽസ് ആണ് പോകുന്നത്. ഇനി ഹൗസ് ഹോൾഡിലേക്ക് ഫേമിൽ നിന്നും തിരിച്ചു വരുന്ന എന്താണ്? ഇതിൻ്റെ പ്രൈസസ് ആണ് അല്ലേ, ഇതിൻ്റെ വിലയാണ്. ഫാക്ടർ പ്രൈസസും കമോഡിറ്റി പ്രൈസസുമാണ്. ഈ സാധനം ഇവിടെ നിന്ന് ഇൻപുട്ടായിട്ട് പോകുന്ന കമോഡിറ്റി സാധനങ്ങൾ റോ മെറ്റീരിയലുടെ പ്രൈസുമാണ് തിരിച്ച് ഹൗസ് ഹോൾഡിലേക്ക് വരുന്നത്. ഇനി ഹൗസ് ഹോൾഡിൽ നിന്നും എന്ത് ചെയ്യുന്നു? പോകുന്നു. ഹൗസ് ഹോൾഡിൽ നിന്ന് പോകുന്നത് പറയുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഫേംസ് ആണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഇൻപുട്ടുകളൊക്കെ റോ മെറ്റീരിയൽസൊക്കെ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്? കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ കമോഡിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് സെക്ടറിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കമോഡിറ്റി അവിടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവർ ബൈ ചെയ്യാമെന്നാണ്. അപ്പോൾ എന്ത് കൊടുത്തിട്ടാണ്? പ്രൈസസ്, സാധനങ്ങളുടെ വില കൊടുത്ത് വാങ്ങുന്നു. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ഫില്ല് ചെയ്യാൻ. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് അഥവാ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഫ്രീ ആയിട്ട് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ മണി ഡിറ്റർമിൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് ഫോറിൻ സപ്ലൈ അല്ലെങ്കിൽ SF സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഡിമാൻഡ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഈക്വിലിബ്രിയം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്ന ഈ ഡയഗ്രാം വരച്ചുള്ള എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ചെയ്യാം. ഇനി വാട്ട് ഈസ് GDP ഡിഫ്ലേറ്റർ ആണ്. GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP ആണല്ലേ. നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് എഴുതുന്നത്? GDP deflator is equal to capital GDP by റിയൽ GDP. ക്യാപിറ്റലിൽ എഴുതുന്നതാണ്. ഇതാണ് നോമിനൽ GDP എഴുതുന്നത് അല്ലേ. ഇനി റിയൽ GDP കാണിക്കുന്നത് സ്മോൾ ലെറ്റർ GDP ആയിട്ടാണ്. ഇൻറ്റു 100 എന്നും കൊടുക്കാം. അപ്പോൾ എന്താണ്? ഡിസ്റ്റിങ്ക്യൂഷ് അതിൻ്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ റിയൽ GDP ആൻഡ് നോമിനൽ GDP എന്നാണ്. നോമിനൽ GDP എന്ന് പറയുന്നത് എന്താണ്? ദ GDP കാൽക്കുലേറ്റഡ് ഇൻ ദ കറൻറ്റ് പ്രൈസസ് ആണ് നോമിനൽ GDP എന്ന് പറയുന്നത്. GDP കാൽക്കുലേറ്റഡ് ഇൻ ദി കോൺസ്റ്റൻറ്റ് പ്രൈസസിനെയാണ് എന്ത് വിളിക്കുന്നത്? റിയൽ GDP എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് എന്നാണ് അല്ലേ. എന്താണ് പ്രൈവറ്റ് ഗുഡ്സും പബ്ലിക് ഗുഡ്സ് എന്നും വിളിക്കുന്നത്? അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ ആ ഒരു പാർട്ടിൽ ബഡ്ജറ്റിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നിടത്താണ് അലോക്കേഷൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പബ്ലിക് ഗുഡ്സ് അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് which are non-rival goods, which are non-rival and non-excludable.
നോൺ എക്സ്ക്ലൂഡബിൾ ആർ കോൾഡ് ആൻഡ് ഇൻ നേച്ചർ അല്ലേ, എക്സ്ക്ലൂഡബിൾ ഇൻ നേച്ചർ. പിന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത? വേറൊരു പ്രത്യേകതയുണ്ട്. ആൻഡ് നോ വൺ ക്യാൻ ബി എക്സ്ക്ലൂഡഡ്, അല്ലെങ്കിൽ നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റൈവൽ ഇൻ നേച്ചർ ആർ കോൾഡ് പബ്ലിക് ഗുഡ്. പബ്ലിക് ഗുഡിൻ്റെ എക്സാമ്പിൾ എന്താണ്? റോഡ്, പിന്നെന്താണ് റെയിൽവേ, ഇതൊക്കെയാണ് പബ്ലിക് ഗുഡ്സിൻ്റെ എക്സാമ്പിൾ അല്ലേ. പിന്നെ പാർക്കുകൾ ഒക്കെ പബ്ലിക് ഗുഡിൻ്റെ എക്സാമ്പിളാണ്. അതേസമയം പ്രൈവറ്റ് ഗുഡ് എന്താണ്? പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് വിച്ച് ആർ bought by പേയിങ് പ്രൈസ് അല്ലേ, വില കൊടുത്ത് വാങ്ങുന്ന, പേയിങ് പ്രൈസ്, വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈവറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. പ്രൈവറ്റ് ഗുഡ്സ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്താണ്? ടി വി, പെന്ന് ഒക്കെ നമ്മുടെ എക്സാമ്പിൾ. പ്രൈവറ്റ് ഗുഡ്സിന് ഇഷ്ടം പോലെ എക്സാമ്പിളുകളുണ്ടല്ലേ. അപ്പോൾ അത് അതേപോലെ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഡ്ജറ്റ് ലൈനിലേതാണ്. ബഡ്ജറ്റ് ലൈൻ എന്നൊക്കെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും ബഡ്ജറ്റ് ലൈനിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നതും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണാനും ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി. അതേപോലെ ഇവിടെയും റിപ്പീറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നും തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്താണ് പറഞ്ഞത് തന്നെയാണ്, ആ ഒരു സെയിം എന്താണ് ഇമ്പോർട്ടൻസിൽ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇനി വരുന്ന എക്സാമിലും ഈ ഇമ്പോർട്ടൻസ് ഒട്ടും കുറയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കാം 27th ക്വസ്റ്റ്യൻ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താണ്? എം ആണല്ലേ. എം ഈസ് 50. മാർക്കറ്റ് പ്രൈസ് ഓഫ് 2 ഗുഡ്സ് ആർ 5 and 10 എന്ന് വെച്ചാൽ P1 ഈസ് ഈക്വൽ ടു 5, P2 ഈസ് ഈക്വൽ ടു 10 എന്നെടുക്കും നമ്മളല്ലേ. ഇനി നമ്മളോട് ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു എം എന്ന് എഴുതിയതിന് ശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? P1 എന്ന് പറയുന്നത് 5x1 പ്ലസ് 10x2 ഈസ് ഈക്വൽ ടു 50. ഇതാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഫൈൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് HI ഈസ് ഈക്വൽ ടു M by P1 ആണല്ലേ. M 50/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ഇനി ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താണ്? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എങ്ങനെയാണ് കാണുക? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് VI ഈസ് ഈക്വൽ ടു M by P2 ആണ്. അപ്പോൾ 50/10 ആണ്. 50/10 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 വരും അല്ലേ. അപ്പോൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഡ്രോ ബഡ്ജറ്റ് ലൈനാണ്. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലേ. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിൽ എത്ര വരെയാണ് പോകേണ്ടത്? 5 വരെ പോയാൽ മതി അല്ലേ. അപ്പോൾ 0 എക്സിൽ നമുക്ക് 10 വരെ പോകണം ഹൊറിസോണ്ടൽ ആക്സിസിൽ. അപ്പോൾ 2 4 6 8 10 എന്ന് കൊടുക്കാം. ഇവിടെ 1 2 3 4 5 എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് 5ഉം 10ഉം ചേർത്ത് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. ഡ്രോ ബഡ്ജറ്റ് ലൈൻ എന്നാണല്ലേ. ബഡ്ജറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടെ ബഡ്ജറ്റ് ലൈൻ വരച്ചതിന് ശേഷം എഴുതി കൊടുക്കണം 5x1 പ്ലസ് 10x2 ഈസ് ഈക്വൽ ടു 50. അപ്പോൾ നമ്മുടെ 4 മാർക്ക് കംപ്ലീറ്റിങ് പോരും. ഓക്കെ. ഇനി എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രം എന്നാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് കാണിക്കുന്നത്? മാർക്കറ്റ് ഇക്വിലിബ്രിയം കാണിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും വരച്ചിട്ടാണ് അല്ലേ. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ ചിത്രം എന്താണ്? ഡിമാൻഡ് കർവ് വരയ്ക്കണം. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് QD ആൻഡ് QS ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇവിടെ പ്രൈസ് മാർക്ക് ചെയ്യും. എന്നിട്ട് ഡിമാൻഡ് കർവ് DD എന്ന് കൊടുക്കും, സപ്ലൈ കർവ് SS എന്ന് കൊടുക്കും. രണ്ടും കൂടെ മീറ്റ് ചെയ്യണമെന്നിടത്ത് ഈക്വിലിബ്രിയം അല്ലേ. ഈക്വിലിബ്രിയം. അപ്പോൾ ഈക്വിലിബ്രിയം പ്രൈസിനെ P സ്റ്റാർ എന്ന് വിളിക്കും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ Q സ്റ്റാർ എന്നും വിളിക്കും. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം ഫിക്സ് ചെയ്യുന്ന ഡയഗ്രാം. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലമാണ്
എന്താണ് കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഫ്രം ഗിവൺ ഇക്വേഷൻ. ക്യു ഡി ഈസ് ഈക്വൽ ടു 400 മൈനസ് പി, ക്യു എസ് ഈസ് ഈക്വൽ ടു 200 പ്ലസ് പി. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുക എന്നറിയാം നമുക്ക്. എന്താണ് ആദ്യം കൊടുക്കേണ്ടത്? അറ്റ് ഈക്വിലിബ്രിയം എന്താണ് ക്യു ഡി ഈസ് ഈക്വൽ ടു ക്യു എസ്. ഇനി ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 400 മൈനസ് പി ഈസ് ഈക്വൽ ടു 200 പ്ലസ് പി. അപ്പോൾ ഇനി പി എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക, വാല്യൂസൊക്കെ ഒരു റൈറ്റ് സൈഡിലേക്ക് പോവാം. അല്ലെങ്കിൽ എന്താണ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2p, പി പ്ലസ് പി എന്ന് പറയുന്നത് 2p ആണല്ലേ. ഇനി 200 ഇപ്പോഴേക്ക് വന്നാൽ എന്താണ് 400 മൈനസ് 200 എന്ന് വരും അല്ലേ. 2p ഈസ് ഈക്വൽ ടു 400 മൈനസ് 200 എന്ന് പറയുന്നത് എന്താണ് 2p ഈസ് ഈക്വൽ ടു 200 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ therefore p ഈസ് ഈക്വൽ ടു 200 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ക്യു ഡിയിലോ ക്യു എസിലോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ക്യു എസ് ഈസ് ഈക്വൽ ടു 200 പ്ലസ് പി എന്ന് ഈ ഇക്വേഷനിൽ കൊടുക്കാം നമുക്ക്. അപ്പോൾ എന്താണ് വരിക? ക്വാണ്ടിറ്റി കാണാൻ ക്യു എസ് ഈസ് ഈക്വൽ ടു 200 പ്ലസ് 100. അപ്പോൾ എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 300. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ആൻസർ കിട്ടിയത് ഇക്വിലിബ്രിയം പ്രൈസ് പി സ്റ്റാർ ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ക്യൂ സ്റ്റാർ ഈസ് ഈക്വൽ ടു 300 എന്നും കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ. ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതി നമ്മൾ കാണിക്കണം. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ആഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻ എ 2 sector ഇക്കോണമി? ആഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണല്ലേ. ഇനി 2 sector ഇക്കോണമിയിൽ ആഗ്രഗേറ്റ് ഡിമാൻഡ് AD എന്ന് പറയുന്നത് എന്താണ്? കൺസംഷൻ ഡിമാൻഡ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. കൺസംഷൻ ഡിമാൻഡ് വരുന്നത് എവിടെ നിന്നാണ്? ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് സെക്ടറിൽ നിന്ന് വിടുന്നു അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനെയും എക്സ്പ്ലെയിൻ ചെയ്തെടുക്കണം. ആദ്യം ആഗ്രഗേറ്റ് ഡിമാൻഡ് എന്നാണ് ഡിഫൈൻ ചെയ്തല്ലോ. ഇനി നമ്മൾ ആഗ്രഗേറ്റ് ഡിമാൻഡിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് പറയുകയാണ്. കമ്പോണൻസ് ആണ് സി പ്ലസ് ഐ എന്ന് പറയുന്നത്. വെയർ സി ഈസ് ഈക്വൽ ടു, സി എന്ന് പറയുന്നത് എന്താണ്? സി ബാർ പ്ലസ് സി വൈ ആണ്. സി ബാർ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്. സ്മോൾ ലെറ്റർ സി എന്ന് പറയുന്നത് എന്താണ്? MPC ആണ്. വൈ ഇൻകം ആണ് അല്ലേ. ഇനി ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ ഈസ് ഈക്വൽ ടു ഐ ബാർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്? therefore aggregate demand AD is equal to C plus C bar plus CY plus I bar എന്നാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ C bar plus I ബാറിനെ A ബാർ എന്ന് എടുക്കുകയാണെങ്കിൽ ആഗ്രഗേറ്റ് ഡിമാൻഡിനെ എങ്ങനെ എഴുതാം? A ബാർ പ്ലസ് CY എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് GDP എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ആൻ ഇക്കോണമി ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഇനി എക്സ്പ്ലെയിൻ ദ ഇൻകം മെത്തേഡ് എന്നാണ് അല്ലേ. ഇൻകം മെത്തേഡ് എളുപ്പമാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നോക്കി പഠിക്കുക. എന്താണ് ഇൻകം മെത്തേഡ്? അതായത് ഒരു ഇക്കോണമിയിലെ ഇൻകം എന്ന് പറയുന്നത് 4 ഫോമിലാണ് വരുന്നതെന്നറിയാം അല്ലേ. ഫസ്റ്റ് ഇൻകം ഏതാണ്? റെൻ്റാണ്. ലാൻഡിന് കൊടുക്കുന്ന റെൻറ്റ്. പിന്നെ സെക്കൻഡ് ലേബറേഴ്സിന് കൊടുക്കുന്ന വേജസ്. പിന്നെ ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. പിന്നെ എന്താണ് വരുന്നത്? പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ GDP ഈസ് ഈക്വൽ ടു, GDPയെ ഇതിൻ്റെ ടോട്ടലായിട്ട് കണക്കാക്കുന്ന രീതിയാണ്. GDP ഐഡൻറ്റിക്കൽ ഈസ് ഈക്വൽ ടു R പ്ലസ് W പ്ലസ് IN പ്ലസ് P എന്ന് എഴുതി കണ്ടുപിടിക്കുന്ന രീതിയാണ് എന്താണ്? ഇൻകം മെത്തേഡ്. അപ്പോൾ ഇൻകം മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ ചുരുക്കി ചോദിച്ചിട്ടുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം നമ്മൾ കണ്ട 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിലും മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം essay ആയിട്ടാണ് വന്നത്. എങ്ങനെയായാലും നമുക്ക് ആ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആണെന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇനി നോക്കൂ,
Explain law of variable proportion with a suitable diagram. Explain the relationship between AP and MP എന്നാണ്. അപ്പം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ വി add more and more units of a variable input with fixed inputs, first the total product increases at an increasing rate, then at a diminishing rate, and finally declines. അപ്പോൾ അതിൻ്റെ 3 സ്റ്റേജസുകൾ നമ്മൾ കൃത്യമായിട്ട് ഡയഗ്രാം വരച്ച് ടേബിൾ അതായത് 3 സ്റ്റേജുകളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും അല്ലേ. ഇതിനൊരു 5 മാർക്ക് ഇവിടെയും വരും. ഇനി ഇതിൻ്റെ റിലേഷൻഷിപ്പ് AP-യും MP-യും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങൾ കണ്ടു കാണും. അതായത് ഇവിടെ ഇൻപുട്ട്, പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്, ഇവിടെ AP ആൻഡ് MP ആണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഡയഗ്രാം, ഇങ്ങനെ ഒരു ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇത് AP ആണ്, ഇത് MP-യും. അപ്പം ഇതിനെ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പോർഷനിൽ എന്താണ്, ഫസ്റ്റ് പോർഷനിൽ MP ഗ്രേറ്റർ ദാൻ AP ആണ്. ഇൻ ദ സെക്കൻഡ് പോർഷൻ MP ഈസ് ഈക്വൽ ടു AP, AP-യും MP-യും തുല്യമാവുന്നു. തേർഡ് പോർഷനിൽ എന്താണ്, MP ലെസ് ദാൻ AP ആണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ്, ഈ ചിത്രം വരച്ച് ഈ റിലേഷൻഷിപ്പും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 8 മാർക്കിൻ്റെ ആയി. ഇനി ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ 9 ഫീച്ചേഴ്സ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ബൈ ആൻഡ് സെല്ല്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് അറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് എന്നാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ എന്താണ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, യൂണിഫോം പ്രൈസ് ആണ്, ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് ഇൻഡസ്ട്രിയിലേക്ക്. പിന്നെ എന്താണ്, നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, നോ സെല്ലിംഗ് കോസ്റ്റ്, പിന്നെ എന്താണ്, നോ ഗവൺമെൻറ് കൺട്രോൾ. അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഫീച്ചേഴ്സാണ് പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ കോമ്പറ്റേറ്റീവ് ഫേമിലെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയവും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ വരച്ചു തന്നത് തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ വരക്കുകയാണ്. ഇവിടെ എന്താണ്, ക്വാണ്ടിറ്റി ആണല്ലേ, അല്ലെങ്കിൽ ഇൻകം എന്ന് കൊടുക്കാം. ഇവിടെ പ്രൈസ്, പിന്നെന്താണ്, ആദ്യം കണ്ടീഷൻസ്, 3 കണ്ടീഷൻസ് പറയണം. എന്താണ് 3 കണ്ടീഷൻസ്, മറന്നുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. MC ഈസ് ഈക്വൽ ടു MR ആയിരിക്കണം, MC നോൺ ഡിക്രീസിങ് ആവണം. പിന്നെ എന്താണ്, ഷോർട്ട് റണ്ണിൽ P ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു SAVC ആവണം. അതേപോലെ ലോങ് റണ്ണിൽ P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRACയും ആയിരിക്കണം. ഇതാണ് 3 കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഈ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ ഇത് SAC ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ SMC വരയ്ക്കുന്നു. SMC MC ഈസ് ഈക്വൽ ടു MR എന്നുള്ളെടുക്കുക, ഇക്വിലിബ്രിയത്തിൽ നിന്ന് താഴെ വന്ന OQ ഔട്ട്പുട്ട്. ഇവിടെ ഇതിൻ്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് P ആണെങ്കിൽ ഇവിടെ മാർക്കറ്റ് വില, ഇവിടെ ഒറിജിനൽ പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് MP അല്ലേ. അപ്പോൾ ഇത്രയും എന്താണ്, അബ്നോർമൽ പ്രോഫിറ്റ് ആണ്, അബ്നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ്, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ്. എപ്പോഴും പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇഷ്യൂയിങ് കറൻസി, ബാങ്കേഴ്സ് ബാങ്ക്, ഗവൺമെൻറ്റ്സ് ബാങ്ക് അല്ലേ, ഏജൻറ്റ് ഓഫ് ഗവൺമെൻറ് ആയിട്ട് പ്രവർത്തിക്കുക, അതൊക്കെ എഴുതുക. പിന്നെ എന്താണ്, നാഷണൽ ക്ലിയറിംഗ് ഹൗസ് ആണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, പിന്നെ എന്താണ്, കൺട്രോൾ ഓഫ് മണി സപ്ലൈ പറയാം, പിന്നെ പബ്ലിഷർ ഓഫ് റിപ്പോർട്ട്സ്. അപ്പം എല്ലാ ഫങ്ഷൻസ് എഴുതാം. ശേഷം എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ബൈ സെൻട്രൽ ബാങ്ക് ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ദ ഇക്കോണമിയാണ്. രണ്ടും ചോദിച്ചിട്ടുണ്ടല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, വേരിയബിൾ, റിസർവ്, റേഷ്യോസ് ആണ്. ഏതൊക്കെയാണ് വരിക, CRRഉം SLRഉം, പിന്നെ എന്താണ്, ബാങ്ക് റേറ്റ്, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇനി ഇതിലെന്തൊക്കെയാണ്, ക്വാളിറ്റേറ്റീവിൽ വരുന്നത് ഏതൊക്കെയാണ്,
മോറൽ സുവേഷൻ, ഡയറക്റ്റീവ്സ്, നിർദ്ദേശങ്ങളാണ് അല്ലേ. പ്രേരണ, നിർദ്ദേശങ്ങൾ, പ്രേരണ, പിന്നെ എന്താണ് ഡയറക്റ്റ് ആക്ഷൻ. ഇതൊന്നും സ്വീകരിച്ചില്ല എങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെയാണ് വിളിക്കുന്നത്. ഒരു 3 വീതം പറഞ്ഞാൽ മതി. അപ്പോൾ 3 ചെറിയ ഓരോ സെൻറ്റൻസ് വീതമുള്ള എക്സ്പ്ലനേഷൻ നമ്മളതൊക്കെ തന്നിട്ടുണ്ട് ക്ലാസ്സുകളിൽ. സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ കൺട്രോൾസ്, മണി സപ്ലൈക്ക് ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മണി സപ്ലൈ അല്ലെ മോണിറ്ററി പോളിസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് എക്കണോമിക്സിന് 100-ൽ 100 മാർക്കും കിട്ടാനുള്ള പേപ്പറാണ് കേട്ടോ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറാണ് 100 ഔട്ട് ഓഫ് 100. അപ്പോൾ എല്ലാവരും അതേ മാർക്ക് തന്നെ വാങ്ങുക. 100 ഔട്ട് ഓഫ് 100 വാങ്ങിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് വാങ്ങിക്കുക. താങ്ക് യു.